ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ചക്ക കൊണ്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഈ വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ചക്കയും മാങ്ങയൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ ഒരു ഐറ്റം ചക്ക വരട്ടി വെക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നല്ല പഴുത്ത ചക്ക ചുളപ്പറിച്ച് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അധികം പണിയൊന്നുമില്ല. ക്ലീൻ ചെയ്യാനുള്ളൊരു സമയം എടുക്കണ്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ഇത് വരട്ടി വരാനുള്ളൊരു സമയവും അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഇവിടെ അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറിച്ച ചക്ക എല്ലാം നമ്മൾ നന്നായി മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എളുപ്പമാണ് വരട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് എല്ലാ ചക്കയും നന്നായി വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ. വെള്ളം നമ്മൾ ഉണ്ട് അതിൽ, ആ ചക്കയിൽ തന്നെ വെള്ളം ഉണ്ട്, അതുകൊണ്ട് വെള്ളം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചീഞ്ചട്ടി വെച്ച് ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ജാറിലടിച്ച് വെച്ചിട്ടുള്ള ചക്ക നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി വരട്ടിയെടുക്കണം. അതിൽ വെള്ളമൊന്നും ചേർക്കാതെ, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ ചക്കയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വെള്ളം വറ്റുന്നത് വരെ നന്നായി ഇളക്കി, കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും നമുക്കൊരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. അത് ഏകദേശം പാകമാകുമ്പോൾ നമുക്ക് അരിച്ച് ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ല മണത്തിനായിട്ട് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. അതിന് നമുക്ക് ഒരു 5-6 ഏലക്ക പൊടിച്ചും കൂടി ചേർക്കാം. അപ്പോഴേക്കും ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വലിഞ്ഞ് നമ്മൾ ശർക്കര പാനിയൊക്കെ നന്നായി മുറുകി വന്നിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്കിത്. നല്ല ടേസ്റ്റുമാണ്. ഇത് വെറുതെ കഴിക്കുകയും ചെയ്യാം. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതുകൊണ്ട് പല തരത്തിലുള്ള പലഹാരങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഇലയ്ക്ക് ലാസ്റ്റാണ് ഞാൻ വെതറി കൊടുക്കുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എല്ലാവരും തന്നെ തയ്യാറാക്കി നോക്കണം. ഇതുകൊണ്ട് നമുക്ക് മഴക്കാലമായാലും ചക്കടയോ ചക്ക പായസമോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. ഒരു സ്മെല്ലും ആ ചക്ക വരട്ടിയതിലേക്ക് ഒരു നെയ്യിൻ്റെ ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് തെളിഞ്ഞ് നിൽക്കാൻ വേണ്ടി, കേട് വരാതിരിക്കാനും കുറച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരു പാത്രത്തിലാക്കി വെക്കാം. ഭരണിയിലാണ് ഞാനിവിടെ ആക്കി വെക്കുന്നത്. പ്ലാസ്റ്റിക് പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഭരണിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് ചക്ക മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഭരണിയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ഇരിക്കും തോറും നമുക്ക് കേട് കൂടാതിരിക്കും, ടേസ്റ്റും കൂടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് മഴക്കാലം ആകുമ്പോഴൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കേട് വരാതെ നമുക്ക് പല ഐറ്റംസും ഉണ്ടാക്കാം ഇതുകൊണ്ട്, ആഹാരങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.